അതില്ലേ, ഇന്ന് എൻ്റെ ഒരു ക്ലിയർ ഓഫ് ദിവസം കേട്ടോ. ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഇന്നും ഇന്നലെയും ക്ലിയർ ഓഫ് ആയിരുന്നു കേട്ടോ. അപ്പം ഡ്യൂട്ടി ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ചുമ്മാ മടി പിടിച്ച് വീട്ടിലിരിക്കുന്ന 2 ദിവസം കേട്ടോ. അപ്പം നാളെ തൊട്ട് ഡ്യൂട്ടി ഉണ്ട്. ഇനിയിപ്പം കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണ്. അപ്പോൾ രാവിലെ തൊട്ട് ഒന്നും ചെയ്യാനില്ല. രാവിലെ തൊട്ട് ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. കഴിക്കുക ഉറങ്ങുക. അവന് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അവൻ ഡ്യൂട്ടിക്ക് പോയേക്കാം. അപ്പം 4:30 ആയ സമയം ഇപ്പോൾ വരാറായിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് എസ്തറ്റിക് ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് സൺലൈറ്റ് വന്നിരുന്നു. ഭയങ്കര വെയിൽ. എന്തായാലും രസമുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ആരുടെ തലയിൽ കയറണം എന്ന് ഓർത്ത് രാവിലെ തൊട്ടിരിക്കുക. കാരണം ഒന്നും ചെയ്യാനില്ലല്ലോ, ആരോടും വർത്തമാനം പറയാനും ഇല്ല. അപ്പം ഞാൻ ഓർത്തൊരു വീഡിയോ എടുക്കാമെന്ന്. ആകുമ്പോൾ നോക്കാമല്ലോ എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പം ഇപ്പം വരാറായിട്ടുണ്ട്. ഇപ്പം 4:33. ഞാനപ്പോൾ ഒരു ചെറിയ പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവൻ വന്നിട്ട് അവിടെ തലയിൽ കയറാം. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സൺലൈറ്റുള്ള ടൈമിൽ. ഇതിങ്ങനെ കത്തിച്ച് വെക്കുമ്പോൾ ഇതിൻ്റെ ഇത് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിന് ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് ഇടയ്ക്കുള്ള വട്ട. ഇതിനിടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് ഈ പരിപാടി. വന്നു കേസ് വന്നു. എന്തേ എന്തേ ഇതിലെ വാങ്ങി എനിക്ക് എന്ത് കുന്തം. ഒരു സ്നേഹവും ഇല്ല. ഞാനോ? നമ്മൾ ഒന്നിച്ചല്ലേ ഉണ്ടാക്കണേ അല്ലേ? അല്ല, അതെ. നോക്ക് സൺലൈറ്റ് നോക്ക്, എന്നാ രസം. നോക്ക് വാങ്ങ തിളങ്ങുന്നു. നോക്ക് ഭയങ്കര ഇല്ല. എന്നാ വേണ്ടേ? ചായ, ജ്യൂസ്, വേറെ എന്തൊക്കെയുണ്ട്? പരിപ്പോട. അവനെ ഞാൻ കുളിക്കാൻ വിട്ടു. നമുക്ക് അവൻ വരുമ്പോഴത്തേക്ക് ഒരു ചായ എടുക്കാം. ചായയും ബിസ്ക്കറ്റ്. ഫോണില് ചാർജും ഇല്ല. ആരുടെ? എന്താ ചേട്ടാ ചാർജ് ഇല്ലാന്ന്? ഹൗ റീൽസ് കണ്ടിരുന്ന കാണാം. ഇല്ല, എനിക്ക് മടുത്തു. തന്തയ്ക്ക് വിളിച്ച് എന്നോട് ആ കൊച്ച് കൊറേ പറഞ്ഞു. അലഞ്ചേട്ടന്റെ വീട് എവിടെയാ കൊറേ ചോദിച്ചാ കൊച്ച്. ഈ ചേട്ടാ ചോങ്ങിന്റെ ഇതില്ലി എന്റെ വീട് എവിടെയാണ്? അതായത് നമ്മുടെ എവിടെയാന്ന് പറഞ്ഞിട്ടുണ്ടായില്ലോ. നാട്ടിലോ? ഇവിടെ എന്റെ വീട് എവിടെയാണോ? എന്തിനാ? അങ്ങനല്ല. അങ്ങനെ മൈൻഡ് ചെയ്തില്ല. ആളൊട്ട് മൈൻഡ് ചെയ്തില്ല ആ സമയത്ത്. അപ്പൊ ഞാൻ ചോദിച്ചു അറിയോ? ഇല്ല, ഞാൻ ഒരു വട്ടം കണ്ടിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞു. എല്ലാ കൊച്ചു കണ്ടിട്ടില്ല. ഞാൻ മൈൻഡ് ചെയ്തില്ല. എന്നെ പറ്റി ചോദിച്ചെന്നാ പറഞ്ഞു. ആ പെണ്ണ് മൈൻഡ് ചെയ്തില്ലാന്ന്. ഉണ്ടായില്ല, ഞാൻ മൈൻഡ് ചെയ്തില്ലാതെ പറഞ്ഞേ. അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. വേണ്ട, അല്ലെന്ന് നീ കാണാതെ പറയാല്ലെന്ന്. എന്താ സെറ്റായില്ല, എന്തോ കാണിക്കുന്നു. എന്നാ യൂട്യൂബ് സെറ്റ് അല്ല എന്നോട് പറഞ്ഞു. ആരാ? എന്റെ ഫോണിൽ പല മെസ്സേജ് ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ. നോക്കും. അതെനിക്ക് പറ്റില്ല. ഞാൻ നിന്നെയാണ് കേട്ടത്, നീ എന്നെയല്ല. മോതിരിട്ടില്ലേ? ഞാൻ സമ്മതമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിനക്ക് കെട്ടാൻ പറ്റിയത്. യുനോ, ഞാനും സമ്മതം പറഞ്ഞായിരുന്നു. അപ്പൊ എന്താ? അതൊരു കാര്യമുണ്ട്. അതൊരു കാര്യമുണ്ട്. അതൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞ കാര്യമുണ്ട്. എനിക്ക് ത്രെഡ് ചെയ്ത് തന്നെണ്ടോ മറ്റേ ചക്കര മിഷ്യൻ മേടിച്ചു. കണ്ടാ മനസ്സിലാവും.
ത്രെഡ് ചെയ്യണ മെഷീനോ? ഒരു പേന പോലത്തെ സാധനം ഇങ്ങനെ തോത്ത് എടാ. ഞങ്ങളൊരു വോക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാ. ഞങ്ങളൊരു ഈവനിങ് വോക്കിന് വേണ്ടി ഇറങ്ങിയതാ. പക്ഷേ സമയം അധികം ഒന്നും ആയിട്ടില്ല, 6 മണി ആയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നല്ല ഇരുട്ടായി. ഇപ്പം ഞങ്ങൾ ചുമ്മാ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ആരാ ഉള്ളേ? ആ, അതിവിടെ ഒരു അമ്പലമുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, പകല് കാണിച്ചു കേട്ടോ. നമ്മുടെ അവിടെ നിന്നൊരു 50 മീറ്റർ നടന്നാൽ മതി. അവിടെ കുടുങ്ങിക്കൊടുക്കടിക്കിടും. നീ വീണാലും കുഴപ്പമില്ല. The draft money is only so I couldn't send to him. Tomorrow I will send to him and I'll get the drawing. Probably tomorrow or day after tomorrow. ആ മെട്രോയിലാകെ 2 പേരാ ഉള്ളത്. പറഞ്ഞോ, ഇതാണ് മെട്രോ. പോവാണോ? അതുകൊണ്ടാണ് അതാണ് കളിച്ചത്. നിക്കാം. അവളെന്തിനാ അപ്പുറം പോയിക്കണേ? ഈ സാധനം അറിയോ? ഇത് മറ്റേ ഗാന്ധിജിയുടെ പക്ഷെ വള്ളി പൊട്ടിയെന്ന് തോന്നുന്നു. എന്താ പറയുക? ഇതെന്താ പറയാ? ചർക്ക എഴുതിയിട്ടുണ്ടോ? ആ, അതെ അതെ, ചർക്ക. സിംബൽ ഓഫ് ഇന്ത്യൻ സ്വദേശി മൂവ്മെന്റ്. ഇവിടെ വേറൊരു സാധനമുണ്ട്, കാണിച്ചുതരാം. വേറെ സാധനമല്ല, വേറൊരാളുണ്ട്, കാണിച്ചുതരാം. മടച്ചു പിടിച്ച് വന്നാലേ കാണിക്കാൻ രസം ഉണ്ടാവും. ഒരു മിനിറ്റ്, ഇപ്പൊ കാണിക്കാം. ആരെന്നറിയോ? സ്ഥലം മാറിയിട്ടില്ലല്ലോ. ഇത് മൗറീഷ്യസ് തന്നെയാണ്. പക്ഷെ ഇവിടെ മെട്രോ സ്റ്റേഷൻ. ഈ മെട്രോ സ്റ്റേഷന്റെ പേര് തന്നെ അതെ. ഇത് എവിടെ എഴുതി വെച്ചിരുന്നുണ്ടോ? മഹാത്മാഗാന്ധി. ഇവിടെ ഉണ്ടോ? ഈ മെട്രോയുടെ കുറേ കാര്യമുണ്ട്. ഈ മെട്രോ നമ്മുടെ ഇന്ത്യ മൗറീഷ്യസിന് ഗിഫ്റ്റായിട്ട് കൊടുത്തേക്കുന്നതാണെന്നാണ് പറയുന്നത്. എനിക്കിത് കറക്റ്റായിട്ട് അറിയത്തില്ല, പക്ഷേ ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. ഇത് അതേ മെട്രോ. ഇത് ഇവിടുത്തെ ലാസ്റ്റ് സർവീസ്. ഇതിന് രാത്രി 7 മണി വരെ സർവീസ് ഉണ്ട്. ഇപ്പോൾ ഇതേ 7:15 ലാസ്റ്റ് സർവീസ് ചെയ്ത്. ഇവരെ കഴിഞ്ഞിട്ട് ഒരു മെട്രോ ഇല്ല. ഇത് അങ്ങനെ കൊടുത്ത മെട്രോ. ഇത് നമുക്ക് ഇവിടുന്ന് റോസിൽ വരെ പോകുന്ന മെട്രോ ഇത്. അങ്ങനെ ഇത് എനിക്ക് തോന്നുന്നു ഇന്ത്യ കൊടുത്തോണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി നിട്ടേക്കെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഈ സ്റ്റേഷൻ്റെ പേര് മഹാത്മാഗാന്ധി മെട്രോ സ്റ്റേഷൻ എന്നാണ്. ഇത് ഇവിടുത്തെ ലാസ്റ്റ് സ്റ്റോപ്പായത്. ഇച്ച പോലും ഇല്ല, എല്ലാം കയറി. ലാസ്റ്റ് മെട്രോ ആയതുകൊണ്ട് പോവാം. അവിടെ ആ ഏരിയയിൽ ഭയങ്കര കാറ്റാണ്. ചുളുചുളിലാ കാറ്റായിരുന്നു. നല്ല കാറ്റും ചെറിയ തൂളൽ മഴയൊക്കെ ആയിട്ട് രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ട് വന്നായിരുന്നു. അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് കുറേ നേരം അവിടെ നിന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ വീട്ടിൽ പോവാം. ഇപ്പം സമയം 7:30. എന്താണ് പറയാനുള്ളത്? നല്ല സൂപ്പർ തണുപ്പ്. കുറേ നമ്മൾ ആ വഴിക്ക് നേരത്തെ നടക്കാൻ പോകുമായിരുന്നു. ഇപ്പം അങ്ങനെ കുറേ നടക്കാൻ പോകുന്നുണ്ടായിരുന്നില്ല. തണുപ്പുണ്ടെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ എന്നും പോയേനെ. അത്രക്കാണ് പോയിരുന്നോ? പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷെ അനുവും പറഞ്ഞു അവൾക്കും ഭയങ്കര തണുപ്പായിരുന്നു എന്ന്. പക്ഷെ എനിക്ക് അത്ര തണുപ്പ് തോന്നിയില്ല. ഓക്കെ എന്തേ? ഇനി നമ്മളെ വീട്ടിൽ പോവും, ഫുഡ് കഴിക്കും,
അത്രയൊക്കെ തന്നെ, പ്രത്യേകിച്ചൊന്നും ഇനി ഉറങ്ങണം. നാളെ ഞങ്ങൾക്ക് 2 പേർക്കും ഡ്യൂട്ടി ഉണ്ട്. എനിക്ക് നാളെ ഡേ ഡ്യൂട്ടിയാണ്, പിന്നെ എല്ലാ ദിവസവും ഡേ ഡ്യൂട്ടി ആണല്ലോ.